ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും സ്ത്രീകളെ ലൈംഗിക ചൂഷണം നടത്തുന്നുവെന്നും റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് മാധ്യമങ്ങളിലൂടെ നടക്കുന്നത്. എന്നാൽ ഇതിനോട് താരസംഘടന അമ്മ മൗനം പാലിച്ചു. റിപ്പോർട്ടിനെ കുറിച്ച് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും ഇപ്പോൾ അമ്മ സ്റ്റേജ് ഷോയിൽ ശ്രദ്ധിക്കാമെന്നുമായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞിരുന്നത്. ഇതിനിടെ പല നടിമാരും തങ്ങൾക്കുണ്ടായ മോശം അനുഭവങ്ങളും അവരുടെ പേരും വരെ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. ഇടവേള ബാബു, സംവിധായകൻ രഞ്ജിത്ത്, മാമുക്കോയ, സുധീഷ്, സാജു കൊടിയൻ തുടങ്ങി നിരവധി പ്രമുഖർ ആരോപണ വിധേയരാണ്. അവസാനം സമ്മർദ്ദങ്ങൾ കാരണം നിലപാട് പറഞ്ഞിരിക്കുകയാണ് അമ്മ സംഘടന. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പ്രതികരിച്ചു. അമ്മ ഒളിച്ചോടിയിട്ടില്ലെന്നും ഞങ്ങൾ ഹേമ കമ്മിറ്റിക്കൊപ്പമാണെന്നും സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങളുടെ പേരിൽ സിനിമാ മേഖലയെ ആകെ കുറ്റപ്പെടുത്തരുതെന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2 വർഷം മുമ്പ് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി സജി ചെറിയാൻ വിളിച്ചിരുന്നു. താനും ഇടവേള ബാബുവും ചേർന്നാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നുവെന്നും സിദ്ദിഖ് പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരായ റിപ്പോർട്ടല്ല. അമ്മയെ ഹേമ കമ്മിറ്റി പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുമില്ല. ഞങ്ങൾ ഹേമ കമ്മിറ്റിക്ക് ഒപ്പമാണെന്ന് സിദ്ദിഖ് പറയുന്നു. തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങളുടെ പേരിൽ സിനിമാ മേഖലയെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തരുത്. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് അറിയില്ല. എന്റെ ജീവിതത്തിൽ അത്തരമൊരു പവർ ഗ്രൂപ്പിനെ പറ്റി അറിയില്ല. ഒരു പവർ ഗ്രൂപ്പും മാഫിയയും സിനിമാ മേഖലയിലില്ലെന്ന് സിദ്ദിഖ് പറഞ്ഞു. ഞങ്ങളുടെ പല അംഗങ്ങളെയും ഹേമ കമ്മിറ്റി വിളിച്ചിട്ടില്ല. മമ്മൂട്ടിയും മോഹൻലാലും 3-4 തവണ കമ്മിറ്റിക്ക് മുമ്പിലെത്തി. എന്നാൽ അവരോട് ചോദിച്ചത് പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ സിദ്ദിഖിന്റെ അഭിപ്രായത്തിന് നേര് വിപരീതമായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം. ജഗദീഷിന്റെ വാക്കുകൾ ഇങ്ങനെ: അമ്മയുടെ പ്രതികരണം വൈകിയതിൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിൽ കോടതി പറഞ്ഞാലും ഇല്ലെങ്കിലും സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ്. അതിൽ നിന്ന് അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞുമാറാനാവില്ല. എന്നാൽ വിജയിച്ച നടികളോ നടന്മാരോ വഴിവിട്ട പാതയിലൂടെയാണ് വിജയം വരിച്ചതെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടില്ല. ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഹേമ കമ്മിറ്റി തന്ന വിവരമനുസരിച്ചാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് വ്യക്തിപരമായി നേരത്തെ അറിയാമായിരുന്ന കാര്യങ്ങളല്ല. വാതിലിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം. അമ്മ എന്ന സംഘടനയും വാദിക്കുന്നത് അതുതന്നെയാണ്. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പല തൊഴിലിടത്തിലും ഇതുപോലെ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. വേട്ടക്കാരുടെ പേരുകൾ പുറത്തു വരട്ടെ എന്നും ജഗദീഷ് പറഞ്ഞു.